നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നിതിന് നീതി തേടി അവന്റെ സുഹൃത്തുക്കളും സഹപാഠികളും തെരുവിലിറങ്ങിയ കാഴ്ച. അവരുടെ മുന്നിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചെറുപ്പക്കാരനെ കൊലക്കളത്തിലേക്ക് തള്ളിവിട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആരോപണ വിധേയരായ അധ്യാപകരെ പിരിച്ചുവിടണം. ഇനിയൊരു വിദ്യാർത്ഥിക്കും ഈ ഗതി ഉണ്ടാകരുത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജിന് നീതി ഇനിയും എത്ര അകലെയാണെന്നാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. കോളേജിന്റെ നടത്തിപ്പിലെ അടിമുടി ദുരൂഹത കൂടി പുറത്തു വന്നതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലായി. അവർ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ റാമിന്റെ എടക്കാട്ടെ ക്ലിനിക്കിലേക്കും വീട്ടിലേക്കും പ്രതിഷേധ പ്രകടനം നടന്നു. കോളേജിന് പുറത്ത് അനിശ്ചിതകാല പ്രതിഷേധം നടത്താനുള്ള കടുത്ത തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. ഈ കോട്ട് തന്നത് അച്ഛന്റെ അമ്മയുടെ വേർപ്പാണ്. ഇതിൽ ഇന്നലെ വരെ കണ്ണീര് പൊടിഞ്ഞു, ഇന്ന് ഇതിൽ ചോര പൊടിഞ്ഞു. ഞങ്ങൾ ഈ വെള്ള കുപ്പായത്തെ അപമാനിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഊരിയാണ് ഇന്ന് പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ റാമിനെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഒന്നാം വർഷ BDS വിദ്യാർത്ഥികളും ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ചു. കോളേജിനെതിരെ പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ രക്ഷിതാക്കളും ഇന്ന് രംഗത്തെത്തി. കൂടുതൽ രക്ഷിതാക്കൾ ഡോക്ടർ റാമിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. ഇവിടെ മീറ്റിംഗ് നടന്നിരുന്നു, ഒരു ഇന്റേണൽ എക്സാം കഴിഞ്ഞിട്ട്. അത് 5 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കുറഞ്ഞതൊക്കെ ഇയാൾ വളരെ മോശമായി. അതായത് എല്ലാ ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പിന്നെ വേസ്റ്റ് നമ്മൾ പറയാൻ പാടില്ല, സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്ന മോളെ, അല്ലെങ്കിൽ ഡോങ്കി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മളവിടെ നിന്ന് സംസാരിച്ച കാര്യം. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നിതിന് നീതി എത്രത്തോളം അകലെയാണെന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ സംഭവത്തിൽ അധ്യാപകനെതിരെ കേസെടുത്ത് ഒരാഴ്ചയാകാൻ പോകുന്നു. ഇപ്പോഴും ഡോക്ടർ റാം ഒളിവിലാണ്. ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിഷേധമുയരുന്നു. വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങുന്നു. അവരുടെ തുടർ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ. എന്താണ് നിലവിലെ സ്ഥിതി? കൂടുതൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ രംഗത്തിറങ്ങുന്ന സാഹചര്യമാണോ? ടോമെ, സമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഈ കുട്ടികൾ വെക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് പ്ലേ ചെയ്ത ആ ഓഡിയോ തന്നെ അതിൽ ഏറ്റവും വലിയ തെളിവ്. അതായത് വെള്ളക്കുപ്പായം, ആ കുപ്പായത്തിൽ ആദ്യം കണ്ണീരണിഞ്ഞു, പിന്നീട് അതിൽ ചോര പൊടിഞ്ഞു. അതാണ് അവർ പറയുന്നത്. ആ കൂട്ടിപ്പോൾ തൽക്കാലം ഉപേക്ഷിക്കുന്നു. കാരണം ഇതിൽ നിതിന് നീതി വേണം. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ 6 ദിവസമായിരിക്കുന്നു നിതിൻ മരിച്ചിട്ട്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിതിൻ മരിക്കുന്നത്. ഇന്നേക്ക് 6 ദിവസമായിരിക്കുന്നു. ഇതിൽ കൃത്യമായ ആരോപണ വിധേയരായവരുണ്ട്. അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഡോക്ടർ റാം അതുപോലെ തന്നെ സംഗീത എന്ന് പറയുന്ന 2 പേർക്കെതിരെ, അധ്യാപകരായ 2 പേർക്കെതിരെ കേസെടുത്തത്. പക്ഷേ 6 ദിവസമായിട്ടും ഇവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇവർ ഒളിവിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. എവിടെയാണ് ഇവർ ഒളിവിൽ പോയിരിക്കുന്നത്? അതെങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അവർക്ക് അങ്ങനെ ഒളിവിൽ പോകാൻ സാധിക്കുന്നത്? ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി, അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജി ഇവർ സമർപ്പിച്ചിട്ടില്ല. എന്താണ് ഇതിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്ന ചോദ്യമാണ് സമൂഹം ചോദിക്കുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്നത് അതാണ്. ഏതായാലും ഇന്ന് വലിയ പ്രതിഷേധമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അതോടൊപ്പം ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന ഈ ഇതിന്റെ അധ്യാപകന്റെ
ക്ലിനിക്കിലേക്ക് ഇന്ന് മാർച്ച് നടന്നു. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. അതോടൊപ്പം പോലീസിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കും ഇന്ന് യൂത്ത് ലീഗിന്റെ മാർച്ച് ഉണ്ടായി. അങ്ങനെ പ്രതിഷേധം ഓരോ ദിവസം കഴിയുന്നോറും പ്രതിഷേധം കൂടുന്ന സാഹചര്യം തന്നെയാണ്. ഇതിൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും വലിയ ഒത്തുകളി ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. മാനേജ്മെന്റുമായി ചർച്ച കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപാണ് മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞത്. അന്ന് റാമിനെ പുറത്താക്കണമെന്നൊരു ആവശ്യമാണ്. 5 ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെ അവിടെ നിന്ന് പുറത്താക്കണം. കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ പരാതിയുമായി വരുന്നു, നിലവിലുള്ള വിദ്യാർത്ഥികൾ പരാതിയുമായി വരുന്നു. നിതിന്റെ കുടുംബം ആരോപിച്ചത് നിതിൻ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണത്തിൽ ഒന്ന് അതാണ്. അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇയാളെ പുറത്താക്കാത്തത്? ഈ നേരത്തെ സസ്പെൻഷനായ ഒരാളാണ്, ഇപ്പോൾ സസ്പെൻഷനിൽ ഒരാളാണ്, ഇങ്ങനെ ഒരു കേസ് കൂടി വന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഇതുവരെ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകാത്തതാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് മാനേജ്മെന്റ് ഇതുവരെ ഈ വിദ്യാർത്ഥികളുമായോ രക്ഷിതാക്കളുമായോ ഒരു ചർച്ച ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഈ വിഷയം ഗവർണർ തലത്തിൽ എത്തിയിട്ടുണ്ട്. ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആരോഗ്യ സർവകലാശാല ഉദ്യോഗസ്ഥരൊക്കെ അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതായത് കുടുംബത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി, അതിൽ നിർണായക കാര്യങ്ങൾ അവർ മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ സഹപാഠികളുടെ, അധ്യാപകരുടെ, ജീവനക്കാരുടെ ഇവരെ മൊഴി ഇനി രേഖപ്പെടുത്താറുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ ആ മൊഴികളിലേക്ക് അടുക്കും. ഏതായാലും ഇന്നാണ് ഈ നിതിന്റെ സഹപാഠികൾ കോളേജിലേക്ക് എത്തുന്നത് ഇന്നാണ്. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം അവധിയായിരുന്നു, അവരെല്ലാം കോളേജിൽ എത്താത്ത സാഹചര്യമായിരുന്നു. അവസാന വർഷ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിതിന്റെ സഹപാഠികൾ എത്തി, മറ്റു കുട്ടികളൊക്കെ എത്തി. അങ്ങനെ മുഴുവൻ ആ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികൾ എത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അവരെല്ലാം തന്നെ നിതിന്റെ പുറം ചേർന്നു. നിതിന്റെ കുടുംബം ആരോപിക്കുന്നത് ശരിയായ കാര്യമാണ്, അതാണ് അവിടെ നടക്കുന്നതെന്ന് തെളിയിക്കുന്ന ഓരോ കാര്യങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് പറയുന്നത് അവരെ വേസ്റ്റ് എന്ന് വിളിച്ചു, അതും സ്റ്റാഫ് റൂമിൽ നിന്നും മറ്റ് അധ്യാപകരെല്ലാം കേൾക്കെ അത്തരത്തിൽ വിളിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള മാനസിക പീഡനം വിദ്യാർത്ഥികൾ കേൾക്കേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ എന്തായാലും കർശനമായ നടപടികൾ സ്വീകരിക്കണം. അതല്ലാതെ ഇനി ക്ലാസ്സിലേക്ക് കയറില്ല. അവരുടെ ഏറ്റവും പരിശുദ്ധമായ, അല്ലെങ്കിൽ ഈ ജോലിയുടെ ഭാഗമായ, പ്രൊഫഷണലിന്റെ ഭാഗമായ ആ കോട്ട് പോലും അവർ ഊരിവെക്കാൻ തയ്യാറായതാണ്. അതായത് തുടക്കത്തിലൊക്കെ അവർ പറഞ്ഞത് തങ്ങളുടെ ഭാവി എന്താവുമെന്ന് അറിയില്ല, ഇതിൽ പ്രതികരിച്ചാൽ തങ്ങൾക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവർ ഇപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നു, പ്രതികരിക്കുന്നു, കൂടുതൽ പ്രതികരണം വരുന്നു. ഇയാൾക്കെതിരെ, റാമിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു എന്നാണ്. ആരോഗ്യ സർവകലാശാലയ്ക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കോളേജ് അധികൃതർക്കും ഈ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും പരാതി നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇത്തരം മോശം അനുഭവം ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ എന്തുകൊണ്ടാണ് റാമിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ ബൈജു, ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കം സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇയാളെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് പുറത്താക്കാത്തതെന്ന ചോദ്യമാണല്ലോ ഉയരുന്നത്. മാത്രമല്ല, പോലീസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഇതുവരെയും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ. 6 ദിവസമായി ഡോക്ടർ റാം എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോമെ, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഈ കുടുംബത്തിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. അതിൽ നിർണായകമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ മൊഴി അത് ഗവർണർക്ക് മുന്നിൽ ആ മൊഴി കൃത്യമായി അവർ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ റിപ്പോർട്ടായി വരേണ്ടത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും മൊഴിയാണ്. ആ മൊഴി വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടി ഗവർണർക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൽ കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ കോളേജിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അംഗീകാരം സംബന്ധിച്ച് ഈ കോളേജിനെ മറ്റൊരു കോളേജായ കാസർഗോഡ് ജില്ലയിലെ സെഞ്ചുറി ഡെന്റൽ കോളേജ് അംഗീകാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കുട്ടികളെല്ലാം മറ്റ് കോളേജുകളിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. അത് ഇതേ മാനേജ്മെന്റ് കീഴിലാണ്. ജബ്ബാർ ഹാജി എന്ന് പറയുന്ന പഴയങ്ങാടി മാട്ടൂരിലെ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ദന്തൽ ആശുപത്രിയാണ്. അതിപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഈ കോളേജിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ നിയമ പോരാട്ടം കോടതികളിൽ നടക്കുന്നു. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ഈ കെട്ടിടം ഇവിടെ നിന്നും ഒഴിയണം, ഇത് അനധികൃതമായ ഇതിനകത്ത്
അതിനകത്തുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിധി വരെ വന്നിരുന്നു. പക്ഷേ അതിപ്പോൾ സ്റ്റേ ആണ്. ഏത് സമയത്തും അത്തരം നടപടികളിലേക്ക് വന്നേക്കാം. അതിനിടയിലാണ് ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടൽ. ഒരുപക്ഷെ ഈ കോളേജിന്റെ അംഗീകാരം പോലും വൈകാതെ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഏതായാലും ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം അത്തരം നടപടികൾ വന്നാൽ ഈ കുട്ടികൾക്ക് സംസ്ഥാനത്തിലെ മറ്റ് ദന്തൽ കോളേജുകളിലേക്ക് അവരെ മാറ്റി അവർക്ക് പഠനം തുടരാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് ഇതിന്റെ ഉത്തരവുകൾ സാധാരണ വരാറുള്ളത്. പക്ഷേ നിലവിൽ ഇതിനെല്ലാം ഒരു വേഗതയില്ല. വളരെ മന്ദഗതിയിലാണ് ഈ ഒരു അന്വേഷണം. അതായത് ഇത് ദിവസവും ഇതിന്റെ ഓരോ വാർത്തകൾ റിപ്പോർട്ട് വരുന്നു, പുറത്തു വരുന്നു, പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒന്നും വളരെ വേഗത്തിൽ ഉണ്ടാകാത്തത് എന്ന ചോദ്യമാണ് വരുന്നത്. പോലീസിന്റെ കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഈ റാം എന്ന് പറയുന്ന ഈ സർവകലാശാല അധികൃതർ ഇന്ന് കോളേജിൽ പരിശോധനയ്ക്കായി എത്തുമെന്ന വിവരങ്ങളുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ മാനേജ്മെന്റിനെതിരെ അതോടൊപ്പം അധ്യാപകർക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഈ ആരോഗ്യ സർവകലാശാല അധികൃതർ എപ്പോഴായിരിക്കും പരിശോധനയ്ക്ക് എത്തുക? അതിനുശേഷം എത്ര ദിവസത്തിനുള്ളിൽ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? വളരെ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. ഏതായാലും ഇന്ന് ഈ സംഘം എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്തിയിട്ടില്ല. കാരണം ഇന്ന് വിദ്യാർത്ഥികളെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. വിദ്യാർത്ഥികൾ ഈ ക്ലാസ് മുറികളിലേക്ക് കയറാത്ത സാഹചര്യമുണ്ട്. നാളെ ആയിരിക്കും ഈ സംഘം എത്തുക. ഇന്ന് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതായത് സർവകലാശാല സമിതി അംഗങ്ങളാണ് ഇവിടെ എത്തുക. വൈസ് ചാൻസലർ നിലവിൽ വീട്ടിൽ പോയി മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. ഇവിടെ എത്തുക സമിതി അംഗങ്ങളായിരിക്കും. ആ അംഗങ്ങളുടെ മൊഴിയെടുപ്പ് 1-2 ദിവസം നീണ്ടുനിൽക്കും. കാരണം വിശദമായ മൊഴിയെടുക്കൽ ഉണ്ടാകും. എല്ലാവരിൽ നിന്നുമുള്ള വിശദമായ മൊഴിയെടുക്കൽ ഉണ്ടാവും. അതിനുശേഷം 3 ദിവസത്തിനകം തന്നെ ഈ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കോളേജിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗീകാരം നഷ്ടപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രത്തോളം വലിയ ആരോപണം ഈ കോളേജ് ഭൂമിയുമായും കോളേജ് അധികൃതരുമായും അല്ലെങ്കിൽ മാനേജ്മെന്റുമായും ഒക്കെ ഉയരുന്നുണ്ട്. ഈ മാനേജ്മെന്റിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതാണ്. ഈ വിദ്യാർത്ഥികളോ അധ്യാപകരോ ഇതുവരെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഇതാരാണ് മാനേജ്മെന്റ് എന്ന കാര്യത്തിൽ പോലും വലിയ സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജബ്ബാർ ഹാജി എന്ന് പറയുന്ന പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി ഏറ്റവും ഒടുവിലായി ഇന്നലെയാണ് ഈ കാര്യങ്ങളൊക്കെ കുറെ വ്യക്തത വന്നതും ആരൊക്കെയാണ് ഇതിൽ പാർട്ണർമാർ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നതും. ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. MBBS ആയിക്കോട്ടെ, BPharm ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അങ്ങനെ 7ഓളം സ്ഥാപനങ്ങൾ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായി അംഗീകാരം നഷ്ടപ്പെട്ട് അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു കാര്യത്തിലും അത്തരം നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, കയ്യേറ്റ ഭൂമിയാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരും. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ ഇതിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ദിവസം വൈകിയത് അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നീതി ഉടൻ നടപ്പിലാക്കണം, അതല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ട് എന്ന ഒരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ഇതൊരു വെറും ഒരു ലോൺ ആപ്പിന് മാത്രം ഒതുങ്ങുന്നതല്ല എന്നും കുടുംബം പറയുന്നുണ്ട്. അതല്ലാതെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റു പല കാരണങ്ങളുണ്ട്. ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരുള്ള കാരണം പല തരത്തിൽ പല വിദ്യാർത്ഥികളായി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അങ്ങനെ ആരോപണങ്ങളായി ഓരോ ദിവസവും മുന്നോട്ട് വരുന്ന കാര്യമാണ്. അതിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. അതെല്ലാം പുറത്തു കൊണ്ടുവരണം. നമുക്ക് ഇതിൽ കൃത്യത വരണം എന്നാണ് കുടുംബം പറയുന്നത്. ഇതിലൊരു വ്യക്തത വരണം. എന്താണ് മരണത്തിന് കാരണമെന്നത്? നേരത്തെ ഉന്നയിച്ച ആരോപണം ഈ നിതിൻ മരിച്ചിട്ട് പോലും വീട്ടിലേക്ക് അറിയിക്കാൻ വളരെ വൈകി, 2 മണിക്കൂറോളം വൈകി, ആശുപത്രിയിൽ 3 മണിക്കൂറോളം എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കുടുംബം ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു ഉത്തരം വന്നിട്ടില്ല. മാത്രമല്ല ഈ മാനേജ്മെന്റ് ഇതുവരെ നിതിനെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ നിതിന്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനോ ഒന്നും രംഗത്ത് വരാത്തതും വലിയ ദുരൂഹത ഉയർത്തുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആരോപണ വിധേയരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഇന്നുണ്ടായത്. യൂത്ത് ലീഗിന്റെയും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധമുണ്ടായത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യ സർവകലാശാല അധികൃതർ നാളെ കോളേജിൽ എത്തി വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവിടെ പല ചോദ്യങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് നിതിൻ ജീവനൊടുക്കിയത്? പോലീസ് പറയുന്നത് പോലെ ഈ ഓൺലൈൻ ആപ്പിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അധ്യാപകൻ്റെ ഭീഷണി മാത്രമാണോ അല്ലെങ്കിൽ ചൂഷണം മാത്രമാണോ ഈ ആത്മഹത്യക്ക് കാരണമായത്? തുടങ്ങിയ കാര്യങ്ങളിലും വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.